ഹായ് ഫ്രണ്ട്സ്, KL59 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാഹനം പഠിക്കുന്ന തുടക്കക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടുന്നത്, വളവുകളിൽ എവിടെ വെച്ചാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വാഹനത്ത് കയറിയിരുന്നു, ബെൽറ്റ് ഇട്ടു, ബ്രേക്കും ക്ലച്ചും ചവിട്ടി വാഹനം ന്യൂട്രലാക്കി. ന്യൂട്രലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, മറന്നു പോകരുത്. സ്റ്റാർട്ട് ചെയ്ത വാഹനം ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റി, ഹാൻഡ് ബ്രേക്ക് താത്തു, റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു, റൈറ്റ് സൈഡിലുള്ള മിററിലേക്ക് നോക്കി. അപ്പോൾ നമ്മുടെ വാഹനം ഇപ്പം നിൽക്കുന്നത് റോഡിൻ്റെ ഇത്ര ഭാഗം പുറത്തും ഇത്ര ഭാഗം അകത്തുമായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി റോഡിലേക്ക് വാഹനത്തെ ഞാൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുങ്ങനെ ഇടത് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിയറിംഗ് തിരിച്ചു, ആക്സിലേറ്റർ ബ്രേക്കിനെ വിട്ടു, ആക്സിലേറ്റർ കാല് പോയി, ക്ലച്ചിന് വളരെ പതുക്കെ കാല്. ഞാൻ റൈറ്റ് സൈഡ് മിറർ ശരിക്കും നോക്കി, വാഹനങ്ങളൊന്നും ഇല്ല. ഇത്ര തിരിച്ച സ്റ്റിയറിങ്ങിന് ഞാൻ എന്ത് ചെയ്തു, അതേ അളവിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് മുഖം കറക്റ്റ് കിട്ടിയെന്ന് കണ്ടപ്പോൾ താഴ്ഭാഗത്തേക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ വീല് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ടയർ നേരെയായി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ വാഹനം മൂവ് ചെയ്തു. ഇനി സെക്കൻഡ് ഗിയറിലോട്ടാണ് മാറ്റേണ്ടത്. സെക്കൻഡ് ഗിയറിലോട്ട് വാഹനം മാറ്റുമ്പോൾ നിങ്ങൾ ആവശ്യമുള്ള വാഹനത്തിന് ആവശ്യമുള്ള വേഗത കൊടുക്കുന്നതിന് വേണ്ടി ആക്സിലേറ്റർ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഒരു വാഹനം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ആക്സിലേറ്റർ വേണം എന്നുള്ളൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം ആക്സിലേറ്റർ കൊടുത്തു. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലോട്ട് ആക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന തെറ്റെന്ന് പറയുന്നത് വലത് കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തിരിക്കും. അങ്ങനെ തിരിച്ചിട്ട് ഗിയറിലേക്ക് കൈ പോകുമ്പോൾ വണ്ടി ഏത് ഡയറക്ഷനിലേക്ക് വന്നു, ഇടത് ഭാഗത്തേക്ക് വന്നു. ഗിയർ മാറ്റി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, വാഹനം പൂർണ്ണമായും റോഡിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകും. അപ്പോൾ വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഗിയറിലേക്ക് അമിതമായിട്ട് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ കൈ എന്ത് ചെയ്യും, വളരെ ചെറുതായിട്ട് അനങ്ങിയിട്ടുള്ളൂ, പക്ഷേ ഒരു ചെറിയൊരു ദൂരം മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ റോഡിന് വെളിയിലേക്ക് എന്ത് ചെയ്തു, വാഹനം വന്നു കഴിഞ്ഞു. അപ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിങ് വളവില്ലാത്ത സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ അനക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും ഫസ്റ്റ് ഗിയറിലാണുള്ളത്. വീണ്ടും ഞാൻ റൈറ്റ് സൈഡ് ഗ്ലാസ് നോക്കി, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. ഇങ്ങോട്ട് പോയ വാഹനത്തിൻ്റെ മുഖം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് തിരിച്ചു. ഇനി ഇങ്ങോട്ട് തിരിച്ച വാഹനത്തിനെ നേരെയാക്കിയില്ല എങ്കിൽ ഈ വാഹനം എങ്ങോട്ടേക്ക് പോകും, നേരെ വന്ന സമയത്ത് തന്നെ നേരെയാക്കിയില്ല എങ്കിൽ വാഹനം വലത് ഭാഗത്തേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് ഇടത്തോട്ടും വലത്തോട്ടൊക്കെ ഇങ്ങനെ മാറി മാറി തിരിച്ച് കൺഫ്യൂഷൻ. അപ്പോൾ എത്രയാണ് തിരിക്കുന്നതെന്നുള്ളത് നോക്കുക. ഈ സ്റ്റിയറിംഗ് വീല് മുകളിലാണെന്നുള്ളത് ഈ ഭാഗത്തായിട്ടാണുള്ളത്. ഞാൻ എൻ്റെ വാഹനം മുമ്പിലോട്ട് നോക്കി കറക്റ്റ് വന്ന സമയത്ത് തന്നെ സ്റ്റിയറിംഗ് വീൽ എന്ത് ചെയ്തു, ഇതുപോലെ താഴ്ഭാഗത്തേക്ക് ആക്കി. വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി. ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. സെക്കൻഡ് ഗിയറിലോട്ട് മാറ്റുമ്പോൾ ഞാൻ സ്റ്റിയറിംഗ് അനക്കുന്നില്ല. അനക്കാതെ ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലും ഇട്ടു. അപ്പോൾ ഗിയർ മാറ്റുമ്പോൾ സ്റ്റിയറിങ്ങിൽ ശ്രദ്ധ കൊടുക്കും. ഇനി വളവിൽ എവിടെ വെച്ചാണ് ടേൺ ചെയ്തത്, വളവ് തുടങ്ങിയ സ്ഥലം മുതൽ ഞാൻ എന്ത് ചെയ്തു, വലത് കൈ കൊണ്ട് പതുക്കെ ഇതുപോലെ വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ചില ആളുകൾ ഒരൊറ്റ ഇങ്ങനെയൊക്കെ തിരിക്കുന്നത്, അങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വളവിൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ടേണായി ആ വണ്ടി റോങ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഓടിച്ച വണ്ടി വീണ്ടും ഞാൻ എന്ത് ചെയ്തു, നേരെയാക്കിയ വണ്ടി റോഡിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചോ, കർവ് എങ്ങനെയാണ് പോകുന്നത്, ലോങ് കർവായിട്ടാണ് പോകുന്നത്. വളവ് സഡനായിട്ട് വളഞ്ഞ് പോവല്ല ചെയ്യുന്നത്, ലോങ് കർവാണ്. അപ്പോൾ സ്റ്റിയറിംഗ് ഇടത് കൈയോട് അനക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു അനക്കം മാത്രം കൊടുക്കും ഇടത് കൈയോട്. ഇനി വീണ്ടും നേരെയാക്കി സെക്കൻഡ് പോകുന്ന വണ്ടി തേർഡ് ഗിയറിലോട്ട് ഇടുമ്പോൾ, വാഹനം പഠിക്കുന്ന തുടക്കക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇനി തേർഡ് ഗിയറിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ റോഡിനെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുക. റോഡ് ഇടത്തോട്ടും വലത്തോട്ടും പല ടൈപ്പിലാണ് എന്താകുന്നത്, ബെൻഡായി പോകുന്നത്. അപ്പോൾ തേർഡ് ഗിയറിലോട്ട് മാറ്റുമ്പോഴും ഇനി നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഏതിൽ കൊടുക്കാൻ ശ്രമിക്കുക, സ്റ്റിയറിങ്ങിൽ. ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഗിയറിലോട്ടാണ് അമിത ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ തേർഡ് ഗിയറിലോട്ട് മാറ്റുമ്പോൾ വീണ്ടും നിങ്ങൾ കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തേർഡ് ഗിയറിലിടുമ്പോൾ വണ്ടി എവിടെ പോകും, റോഡിന് വെളിയിലേക്ക് പോകും. അപ്പോൾ വളരെ ചെറുതായിട്ടൊന്ന് സ്റ്റിയറിങ് അനങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ഒരു 10 മീറ്റർ ഒരു 5 മീറ്റർ മുന്നോട്ടേക്ക് വരുമ്പോൾ തന്നെ റോഡിൻ്റെ വെളിയിലേക്ക് എന്ത് ചെയ്തു, വാഹനങ്ങൾ പോയി. വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറിലോട്ട് മാറ്റുകയാണ്. റൈറ്റ് സൈഡ് മിറർ നോക്കി, വാഹനങ്ങളൊന്നും ഇല്ല, കറക്റ്റ് ചെറുതായിട്ട് ഞാനൊന്ന് ഇങ്ങോട്ട് പിടിച്ചു.
അപ്പോൾ എവിടെ വെച്ചാണോ റോഡിന് വളവ് വരുന്നത് ആ സ്ഥലത്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാറൂ, സ്റ്റിയറിങ് അനക്കാൻ പാടുള്ളൂ. വളവില്ലാത്ത സ്ഥലങ്ങളിൽ ഗിയർ മാറ്റുമ്പം നിങ്ങൾ ഒരു കാരണവശാലും സ്റ്റിയറിങ് അനക്കുക. ഇനി ഈ വളവ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങ് തിരിക്കാനല്ല ഉള്ളതാ. വലത് കൈ കൊണ്ട് ഞാൻ നിങ്ങൾ കാണുന്നതിന് വേണ്ടി ഒരു കൈ താഴോട്ട് വെക്കുന്നതാ, വലത് കൈ കൊണ്ട് പതുക്കതാ ഇങ്ങനെ താത്തു. ഇനി അതിനെ സ്ട്രെയിറ്റ് ചെയ്ത പാടന്നെ റോഡിന് വളവ് എങ്ങോട്ടാണ് പോകുന്നത്, വലത് ഭാഗത്തേക്ക്. ഇടത് ഭാഗത്ത് വന്ന വളവ് വീണ്ടും റൈറ്റിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെയിറ്റ് ചെയ്തു. വീണ്ടും നിങ്ങൾ നോക്കിക്കോ, റോഡ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല പോകുന്നത്. റോഡ് എങ്ങോട്ടാണ് വരുന്നത്, ചെറുതായിട്ട് ഇടത്തോട്ടേക്ക്. അപ്പോൾ വളരെ ചെറുങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇടത്തോട്ടേക്ക് സ്റ്റിയറിങ് അനക്കി. അതിൻ്റെതാ കറക്റ്റായി. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ റോഡിൻ്റെ വളവ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് എവിടെ നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക, വളരെ ദൂരെ നോക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും വാഹനം പഠിക്കുന്ന തുടക്കക്കാർ അടുത്താണ് നോക്കുക. അടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വാഹനം റോഡിന് വെളിയിലേക്ക് പോകുന്ന സമയത്ത് അകത്തേക്കാക്കാൻ, റോഡിൻ്റെ ഉൾഭാഗത്തേക്കാക്കാൻ തോന്നുകയില്ല. അതുകൊണ്ടാണ് ദൂരെ നോക്കണം എന്ന് പറയുന്നത്. വീണ്ടും റോഡിൻ്റെ വളവ് ഇടത് ഭാഗത്തേക്കാണ് വരുന്നത്. ഞാൻ അനക്കി സ്റ്റിയറിങ് അനക്കി. തിരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം, തിരിക്കാം. ബ്രേക്കിൽ കാല് പോയിട്ടുണ്ട്. വലത് കൈ കൊണ്ട് ഒന്നുകൂടി തിരിച്ചു. വലത് കൈ കൊണ്ട് ഇടത് ഭാഗത്തേക്ക് വളവ് വരുമ്പോൾ വലത് കൈ കൊണ്ട് ഇനി അതിനെ ഇടത് കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെയാക്കി. ലോങ് ഇനി നല്ല വളവാണ്, ബ്രേക്കിൽ ഇറക്കമുള്ളത് കൊണ്ട് ബ്രേക്കിലും കാലുണ്ട്. ഇടത് കൈ കൊണ്ട് വളവ് സ്റ്റാർട്ട് ചെയ്യുന്ന വളവിൻ്റെ മിഡിൽ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒടിച്ചു കഴിഞ്ഞു. ഇനി അതിനെ വലത് കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെയാക്കി. നിങ്ങളുടെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, വളവുകളിൽ സ്റ്റിയറിങ് ഇതുപോലെ വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരു ജഡ്ജ്മെൻ്റ് ഇല്ലാതെ തിരിക്കരുത്. വളവിൻ്റെ മിഡിൽ എത്തുമ്പോഴേക്കും ഇങ്ങനെ ഒടിച്ച് കഴിക്കുക, അതിനെ നേരെയാക്കി. ഇതാണ് ഈ വളവിൻ്റെ മിഡിൽ. ഇവിടെ എത്തുമ്പോൾ ഞാൻ ഇടത് ഭാഗത്തേക്ക് സ്റ്റിയറിങ് ഒടിച്ചു കഴിഞ്ഞു. മുഖം നേരെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെയാക്കി. അപ്പോൾ ഗിയർ മാറ്റും. ഇനി വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്, ഇടത് ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്ക്. ഇടത് കൈ കൊണ്ട് സ്റ്റിയറിങ് എന്ത് ചെയ്തു, ഇങ്ങോട്ട് ടേൺ ചെയ്തു. അതിനെ സ്ട്രെയിറ്റ് ആക്കി. ഈ വളവിൻ്റെ മിഡിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വളവ് ഒടിച്ചു, അതിനെ എന്താക്കി, സ്ട്രെയിറ്റ് ആക്കി. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന തെറ്റെന്ന് പറയുന്നത്, വളവിന് മുന്നേ സ്റ്റിയറിങ് ഒടിക്കുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ നോക്കാറുണ്ട്. അത് തെറ്റാണ്. ഇപ്പോൾ ഈ വളവ് അവിടെയാണെങ്കിൽ ആളുകൾ എവിടെ വെച്ചിട്ട് ഓടിക്കും, ഇവിടെ. നമ്മൾ വലത് ഭാഗത്തോട്ടി അല്ല പോകേണ്ടത്, ഈ റോഡിൽ ഏതിലൊട്ടിയാണ് പോകേണ്ടത്, ഇടത് ഭാഗത്തോട്ട് പോയിട്ട് ഇവിടെ വെച്ചിട്ടാണ് ഈ വളവിൽ എന്ത് വേണ്ടത്, സ്റ്റിയറിങ് ഇതുപോലെ ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ വളവുകളിൽ റോങ് ഡയറക്ഷനിൽ കയറാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് വളവ് നോക്കിയാട്ടെ. വളവ് തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് വലത് കൈ കൊണ്ട് ഞാൻ പതുക്കെ എന്ത് ചെയ്തു, ഇതുപോലെ അനക്കി കഴിഞ്ഞു. ഇനി അതിനെ എന്താക്കണം, നേരെ. അപ്പോൾ വളവുകൾക്ക് മുന്നേ സ്റ്റിയറിങ് ടേൺ ചെയ്യുന്നതൊക്കെയാണ്. സ്റ്റിയറിങ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിങ് ബാലൻസ് ഇല്ലായ്മ നമുക്ക് കാണണം. ഇനി ആ വളവ് കാണുമ്പോൾ നമ്മളെന്താ കരുതുന്നത്, ഇവിടെ വെച്ച് തന്നെ ടേൺ ചെയ്താലോ എന്നൊക്കെയാണ്. അല്ല, എന്നാൽ വളവിൽ വെച്ച് കൂടുതലായിട്ട് തിരിക്കാനും പാടില്ല. വലത് കൈ കൊണ്ട് ഒന്ന് തിരിച്ചു, വൺ മോർ. ഇതുപോലെ ടേൺ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതുപോലെ തന്നെ ഗിയർ മാറ്റുന്ന സമയത്ത് ഇതിപ്പോൾ ഒരു വളവാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഗിയർ മാറ്റാതെ എനിക്ക് തേർഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിങ് ഏറെക്കുറെ നേരെയായി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ തേർഡ് ഗിയറിലോട്ട്. അപ്പോൾ ഗിയർ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ മാക്സിമം ശ്രദ്ധ ഏതിൽ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക, സ്റ്റിയറിങ്ങിൽ കൊടുക്കുന്നതിന് വേണ്ടി തന്നെ ശ്രമിക്കുക. ഇനി ഇവിടെ വെച്ചിട്ട് വളവ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തുനിന്ന് പതുക്കെ അനക്കി വളവ് എത്തുമ്പോൾ വിട്ട് തിരിക്കുക. പോരാൻ തോന്നി ഒന്നും കൂടി തിരിച്ചു. ഇനി അതിനെ ഞാൻ എന്ത് ചെയ്തു, ഇടത് കൈ കൊണ്ട് നേരെയാക്കി. വീണ്ടും വലിയ വളവായതുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് അങ്ങനത്തെ അതിനതാ മുൻഭാഗം നല്ലതുപോലെ ദൂരെ നോക്കുക. നേരെ വരുമ്പോൾ എന്ത് ചെയ്യുക, സ്റ്റിയറിങ് നേരെ ആക്കി കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളവുകൾക്ക് മുന്നേ ഗിയർ ഡൗൺ ചെയ്ത് ശീലിക്കുക. വാഹനം നേരെ പോകുന്ന സമയത്ത് സ്റ്റിയറിങ് എന്ത് ചെയ്യുക, ഗിയർ മാറ്റുന്ന സമയത്ത് സ്റ്റിയറിങ് തിരിക്കാതെ ഗിയർ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുക. വളരെ ദൂരത്ത് നോക്കുക. വാഹനം പഠിക്കുന്ന തുടക്കക്കാർ വാഹനം ഓടിക്കുമ്പോൾ വളരെ വളരെ ദൂരെ നോക്കി വാഹനം ഓടിക്കുക. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ വളവുകൾ കാണുമ്പോൾ പാനിക് ആവാതെ വളവുകൾക്ക് മുന്നേ സ്റ്റിയറിങ് തിരിക്കാതിരിക്കുക. എവിടെ വെച്ചാണോ വളവ് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിയറിങ് തിരിച്ച് ശീലിക്കുക. പിന്നെ വളവുകളിൽ കൈ വിട്ട് ടേൺ ചെയ്യുക. ഒരൊറ്റ റൗണ്ട് തന്നെ തിരിക്കാതെ വിട്ട് എന്ത് ചെയ്യുക, സ്റ്റിയറിങ് വലത്തോട്ടേക്ക് വളവ് വരുമ്പോൾ വലത് ഭാഗത്തേക്ക് വളവ് വരുമ്പോൾ ഇടത് കൈ കൊണ്ടും
ഇടത് ഭാഗത്തേക്ക് വളവ് വരുമ്പോൾ വലത് കൈകൊണ്ടും സ്റ്റിയറിംഗ് വിട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് നഷ്ടപ്പെടാതെ വാഹനം പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.